സർവോപരി എൻ്റെ അമ്മമാരെ, അമ്മാവന്മാരെ, അച്ഛന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, സത്യം പറഞ്ഞാൽ ചിറക്കൽ പഞ്ചായത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. 10 മണിക്ക് സൂക്ഷ്മ അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഡൽഹിയിൽ നിന്നൊക്കെയുള്ള വരവിൻ്റെ തിരക്കിലായതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം എൻ്റെ സഹായിയും എൻ്റെ വണ്ടിയുടെ ഡ്രൈവറുമായിട്ടുള്ള എവിടെ അവൻ അഭിലാഷേ എവിടെ ഉണ്ട് റോഡ്? ഞാൻ അഭിലാഷോട് ഇന്നലെ ചോദിച്ചു, അല്ല എന്താണ് ഇവിടുത്തെ പരിപാടി, ഈ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്. വളരെ അഭിലാഷം വന്നു, സാറേ ലഹരി മുക്ത പരിപാടിയാണ്, ലഹരി വിരുദ്ധ പരിപാടിയാണ്. ഞാൻ ലഹരി വിരുദ്ധ പരിപാടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് കേരളത്തിലുടനീളം ലഹരി വിരുദ്ധ പരിപാടി നടക്കുന്നുണ്ടല്ലോ. ഇന്ന് ഇങ്ങോട്ട് വണ്ടി തിരിയും പറയാ വയോജന ഓട്ടം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ വന്നത് ഈ സീനിയർ സിറ്റിസന്റെ വയോജന പരിപാടിക്കാണോന്ന്. ഇവിടെ പ്രായമുള്ള ഒരാളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ്. ഒരു പക്ഷേ ഈ പഞ്ചായത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ചെറുപ്പത്തിൽ. ശ്രുതി എന്നോട് കാതി പറയായിരുന്നു, ഇവിടെ ഞങ്ങളെക്കാളും കാര്യപ്രാപ്തിയും പ്രസരിപ്പും ഉല്ലാസവും ഉള്ളത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സീനിയർ സിറ്റിസൻസ് ആണ്, മുതിർന്ന പൗരന്മാർക്കാണ്. അങ്ങനെ പറഞ്ഞില്ലേ ശ്രുതി? പറഞ്ഞു. മാത്രമല്ല ഞങ്ങളിനി അടുത്തൊരു ടൂർ പോകാൻ പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ്? ഊട്ടിക്കാണ് പോകുന്നത് പറഞ്ഞു. അതെ, 3 ബസ്സിൽ. ഇവിടെ ഉള്ളവരെല്ലാം പോകുന്നുണ്ടാ? എത്ര പേര് പോകുന്നുണ്ട് നോക്കട്ടെ. വരുന്നില്ലല്ലോ, ആരും വരുന്നില്ലല്ലോ ഇവിടെ ഉള്ളത്. കുറച്ചു പേരുണ്ടല്ലേ? അതെ, യാത്രയാണ്. ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും ഒരു പൊതുപ്രവർത്തകനായിട്ടും മാധ്യമ പ്രവർത്തകനായിട്ടും പോയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് വ്യക്തം, ഒരു ദേശത്തിന്റെ സംസ്കാരത്തെ നിർണയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ മുതിർന്ന പൗരന്മാരുടെ ഇടപെടലാണ്. നിങ്ങളുടെ പ്രായമല്ല യഥാർത്ഥത്തിൽ, പ്രായമെന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ അനുഭവമാണ്, നിങ്ങളുടെ ജ്ഞാനമാണ്. നിങ്ങൾ സമൂഹത്തിൽ നിന്ന്, നിങ്ങളുടെ പരിസരത്ത് നിന്ന് ആർജിച്ച ആ ദിശാബോധമാണ് ഒരു രാഷ്ട്രത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രസക്തമായ ദിശാസൂചി. ബെർണാഡ് ഷെയും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പ്രായമാകാത്തതിന് കാരണം നിങ്ങൾ എല്ലാ ദിവസവും കർമ്മോത്സുകരായതുകൊണ്ടാണ്. നിങ്ങൾ കർമ്മോത്സുകരായാൽ നിങ്ങൾക്ക് പ്രായമാവില്ല. മറിച്ച് നിങ്ങൾക്ക് പ്രായമായെന്ന് തോന്നിയാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞിട്ട് ചേച്ചി? ചേച്ചി രാവിലെ എന്തൊക്കെ ചെയ്യാറുണ്ട് പറഞ്ഞ്? രാവിലെ എഴുന്നേറ്റാൽ ഉറക്കെ പറ കേക്കട്ടെ. എത്ര മണിക്ക് എഴുന്നേക്കും? 4:30 മണിക്കോ? ഓക്കെ, പ്രാർത്ഥിക്കും, കുറച്ച് ആത്മീയത, നല്ലതാ, ഒരു കുഴപ്പമില്ല. 2 അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കുള്ള ആൾ ചാടി 5 മണി. പക്ഷെ 4:30-ക്കാർക്കാണ് കുറച്ചുകൂടി ഫസ്റ്റ് അവിടെ 4:30-ക്ക് മുമ്പ് എഴുന്നേക്കുന്നവരുള്ളതുണ്ടോ അവിടെ? 4:30-ക്ക് ഈ 2 4:30-ക്കാരെ തോപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ വല്ലതും ഉണ്ടോ? ആരുമില്ല. ഇവർക്ക് 2 പേർക്ക് ഒരു പ്രൈസ് കൊടുക്കണം കേട്ടോ ശ്രുതി, കേട്ടോ, 4:30-ക്ക് എഴുന്നേക്കുന്നവർക്ക്. പക്ഷെ ഇവര് 4:30-ക്ക് എഴുന്നേക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുകയും ചെയ്യണം. അതെ, ഉറപ്പാണ്. കുളിക്കും, പിന്നെ സായിബാബ, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കില്ലേ? അപ്പം അപ്പൊ അവര് മരുമോളം മറ്റേ ഉണ്ടാക്കി വെക്കുമല്ലേ? കറക്റ്റ്. പിന്നെ പേപ്പർ വായിക്കും. ഏതൊക്കെ പേപ്പർ വായിക്കും? മനോരമ. പിന്നെ അതെന്താണോ ദേശാഭിമാനി കൊടുക്കാത്തത് അവർക്ക്? സുമേഷ്, ഇവിടെ ദേശാഭിമാനി പ്രചാരണം പറഞ്ഞ് ഇവിടെ എത്ര പേര് നടക്കുന്നുണ്ട്. അതിൻ്റെ ശ്രുതി, നീ ഒരു നാളെ മുതൽ ഒരു ദേശാഭിമാനിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം കേട്ടാ. എടുക്കുവോ? എടുക്കാം. കണ്ടോ, ഒരു പത്രത്തിന്റെ കോപ്പി ആയിരിക്കണം. അതിന്റെ കമ്മീഷൻ സുമേഷ് കൊടുത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പത്രം വായിച്ച ശേഷം പിന്നെ കുറച്ച് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. വീട്ടിലെ ജോലി ചെയ്യും, പിന്നെ അടുത്ത് അടിച്ചു തുടയ്ക്കും, പിന്നെ
കണക്കിൽപ്പെടാത്ത ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്യും. കുറെ കാര്യം ചിന്തിക്കും, അല്ലേ? ചിന്തിക്കില്ലേ? ടെലിവിഷൻ കാണുക, ഈ കുന്ത്രണ്ടം കാണാറുണ്ടാ? ഈ മൊബൈലിൽ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ കുര്യൻ തോമസ് എന്ന് പറഞ്ഞ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അയാൾ എപ്പോഴും ഈ മൊബൈൽ എടുത്തിട്ട് ഈ വെറ്റിലയിൽ 100 പുരട്ടുന്നവർ ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കും. അതുണ്ട്, ആ പരിപാടി ഉണ്ടാ? അതുണ്ട്. ഇല്ല, ഇപ്പുറത്തെ ചേച്ചിക്കുണ്ടല്ലോ. അത്യാവശ്യത്തിന്. ആരുടെ അത്യാവശ്യത്തിനാണത്? നമ്മുടെ അത്യാവശ്യത്തിന്. ഇതൊക്കെ അറിയണം. എന്താ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടാ? ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കാറുണ്ടാ മക്കൾക്ക്? ഫോട്ടോ എടുക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ടാ? ഉണ്ടാ? നല്ല കാര്യമാണ്. ഇത് ഈ ശ്രുതിയൊക്കെ ചെയ്യുന്നേക്കാൾ എത്രയോ നല്ല കാര്യങ്ങളാണോ ഇവർ ചെയ്യുന്നത്. ഇത്രേ അണ്ട് ഓള് ചെറുപ്പക്കാരിയാന്ന് പറഞ്ഞ് നടക്കുക ഗമയായിട്ട്. അവരെക്കാളും കാര്യമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് കാര്യം നമുക്ക് ഈ മൊബൈൽ ഫോണിൽ നിന്ന് അറിയാൻ പറ്റും. ഇത് മോശപ്പെട്ട സാധനമല്ല. നമ്മുടെ പരിസരത്ത്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ രാഷ്ട്രത്ത്, നമ്മുടെ അന്തർദേശീയ തലത്തില് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ പ്രായമാകുമ്പോൾ ഡിമെൻഷ്യ ഇല്ലേ? ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഓർമ്മക്കുറവുണ്ടോ ഇവിടെ ആർക്കെങ്കിലും? നമ്മുടെ പത്മശ്രീയൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. ഓർമ്മക്കുറവുണ്ടോ കുറച്ച്? കളരിയാണോ? ഒരിക്കലും ഓർമ്മക്കുറവ് വരില്ല. എന്താ കാരണം? നമ്മുടെ ആ ഒരു ശാരീരിക മെയ് അഭ്യാസങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ കൂടി ദൃഢമാക്കും. ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയാം. ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഇതൊന്നും ആരോടും പറഞ്ഞു കൊടുക്കരുത് കേട്ടാ, ഒരു 15 മിനിറ്റ് ഞാൻ ചില എക്സർസൈസ് ചെയ്യും. എനിക്ക് ആ ദിവസം എക്സർസൈസ് ചെയ്തില്ല എങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം മോശം. ഇപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും, അപ്പൊ ഇതിന് പണ്ടൊക്കെ നടക്കാൻ പോയിരുന്നു. ഇപ്പൊ നടക്കാൻ പോകാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാല് പട്ടി ചിലപ്പം കടിച്ചിരിക്കും. ഇവിടെ നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് വല്ല പട്ടികടി ഏറ്റിട്ടുണ്ടാ? ഉണ്ടാ? ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ചാൽ കേന്ദ്ര നിയമമാണ്. നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യം, പഞ്ചായത്ത് പ്രസിഡന്റൊന്നും വിചാരിച്ചാലൊന്നും പട്ടിയെ തളയ്ക്കാൻ കഴിയില്ല. പട്ടിക്ക് സുപ്രീം കോടതിയിൽ സംരക്ഷണം ഉള്ളതാണ്. നമുക്കൊന്നും ആ സംരക്ഷണം ഇല്ല, പക്ഷെ നായ്ക്കുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചൊരു വ്യായാമം കൂടി ചെയ്യണം. എന്നുവെച്ചാൽ വ്യായാമം ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും കൂടിയിട്ട് വേണ്ടപ്പെട്ട കാര്യം. അതിലൂടെ മാത്രമേ നമുക്ക് ആ ദിവസത്തെ നിർണ്ണയിക്കാൻ കഴിയുള്ളൂ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞ കേട്ടോ. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ ഭാഗമായി സീനിയർ സിറ്റിസൺസ് റിക്രിയേഷൻ സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ചെറുക്കലും കൂടി നമുക്ക് ആലോചിക്കണം. എന്താ കാരണം വെച്ചാൽ ചെസ് കളിക്കുക, ചീട്ട് കളിക്കുക. ഈ ചീട്ട് കളിയൊന്നും മോശമല്ല കേട്ടോ. പൈസ വെച്ച് കളിച്ചേക്കരുത്. ചില വിദ്വാന്മാരുണ്ട് ചീട്ട് പാക്കറ്റുമായിട്ട് നടക്കുക. എന്നാ കാരണം വെച്ചാൽ ആരെങ്കിലും വട്ടം പിടിച്ചിട്ട് ചീട്ട് കളിച്ച് പൈസ, അതല്ല. നമ്മുടെ ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ടും റിക്രിയേഷന് വേണ്ടിയിട്ടും നമ്മൾ അപ്പൊ ഈ സീനിയർ സിറ്റിസൺ ക്ലബ്ബുകളിലൊക്കെ ചെസ് കളിയെ, ക്യാരംസ് കളിയെ, അതുപോലെ ചെസ്, അങ്ങനെയുള്ള പല രൂപത്തിലുള്ള പസിലുകൾ, ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ പല ഹൗസിംഗ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ എന്താ കാരണം വെച്ചാൽ നമുക്ക് ഒരുപക്ഷെ ഓർമ്മശക്തി നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ, തുറച്ചു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില വ്യായാമങ്ങൾ, മനസ്സിന്റെ വ്യായാമങ്ങൾ കൂടി അനിവാര്യമാണ്. ഇപ്പൊ കളരിയൊക്കെ പക്ഷേ ഇവരൊക്കെ വയസ്സും പ്രായമായി, ഇവരൊക്കെ ഇനി ഇപ്പൊ കളരിക്ക് പോയാൽ നടക്കില്ല, അല്ലെ? ആദ്യഘട്ടത്തിൽ തന്നെ കളരി തുടങ്ങിയാലേ പറ്റുള്ളൂ. അതെയോ ഈ പ്രായമുള്ളവർക്കൊരു കളരി ഉണ്ടാ? കുറച്ച് കളരി ഉണ്ടാ പ്രായമുള്ളവർക്ക്? കളരി ചെയ്യുന്നുണ്ടാ? കളരി നല്ല പരിപാടിയാണ്. ഇവിടെ കളരിക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടാ? ഈ സ്ത്രീകളെ കളരിക്ക് കൊണ്ടുപോവാ, ചെയ്യണം. വീട്ടമ്മമാര് കളരിക്ക് പോകണം. അതാ ചെറിയ കാര്യം. ഇവിടെ കളരിക്ക് പോകാൻ താല്പര്യമുള്ളവരാരാ? കൈയൊന്ന് പൊക്കിക്കാൻ നോക്കട്ടെ. ഒന്ന് ഇല്ലേ? ആരും പൊക്കുന്നില്ലേ? ഒന്ന് ഒറ്റയാളെ ഉള്ള അല്ല. സായിബാബ അവിടെ പോയ ശേഷം തിരിച്ചു വരുമ്പോഴാണ് ഒരു 10 മിനിറ്റ് കളരിക്ക് പോകാൻ പറ്റുമോ? 2, 3 പേര് കളരി നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞ കേട്ടാ. ഈ 3 പേരും കൃത്യമായിട്ട് പോണം കേട്ടാ. അതായത് നമ്മൾ ഇന്ന് ചില ആൾക്കാർ ഈ പണി എന്നുള്ളൊരു വാക്കുണ്ട്. പണി കൊടുക്കുക എന്നുള്ളൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? പണി എന്നുള്ള വാക്കിന്റെ അർത്ഥം വേറെയാണ്. പണി കൊടുക്കുക എന്നുള്ള അർത്ഥം എന്താണ് പറ? കേട്ടില്ല? ബുദ്ധിമുട്ടിക്കോ? ഭയങ്കര സംസ്കൃത ഭാഷയിലാണ് പറയുന്നത്.
നാടൻ ഭാഷ പറഞ്ഞ പണി കൊടുക്കുക എന്ന് പറയുന്നത് അർത്ഥം പണി കൊടുക്കൽ തന്നെ. അങ്ങനെ എഴുന്നേക്കുന്ന ചിലരുണ്ട്. രാവിലെ ഇന്ന് ആർക്ക് പണി കൊടുക്കാം, പക്ഷെ അവരുടെ കാല് പോയിട്ട് ടീപ്പോയിൽ പോയി മുട്ടുന്നുള്ള കാര്യം തർക്കമില്ല എന്നാണ്. ഇത് പലരും ചിരിക്കുന്നുണ്ട്. എന്താ കാരണം അറിയോ? ഇവരുടെ ജീവിതത്തിൽ ദൈനംദിനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് എന്നുകൊണ്ടാണ് ഇവരെല്ലാം ചിരിച്ചത്. പക്ഷേ ഇന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാനെന്നുള്ള വ്യക്തിയെ കൊണ്ട് എന്റെ കുടുംബത്തിന്, എന്റെ സമൂഹത്തിന്, എന്റെ പരിസരത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയോടെ എഴുന്നേറ്റാൽ അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം വേറെ ഉണ്ടാവും. അപ്പോൾ ഒരു വഴിക്ക് ശാരീരികമായിട്ടുള്ള സൗഭാഗ്യം, മറ്റൊരു വഴിക്ക് മനസ്സിന്റെ ആ പ്രസരിപ്പ് എന്ന് പറയും. ഒരു പൊതുപ്രവർത്തകൻ MP എന്ന നിലയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോകാനുള്ള ഭാഗ്യമുള്ള ഒരാളാണ്. പക്ഷെ എപ്പോഴും എൻ്റെ നെഞ്ചിൽ ഞാൻ ചേർത്ത് നിർത്തുന്നൊരു ഭാവമുണ്ട്. അത് കേരളം നൽകിയിട്ടുള്ളൊരു ഭാവമാണ്. ഈ ചിറക്കൽ പഞ്ചായത്തിലൊക്കെ വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. എന്താ കാരണം വെച്ചാൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെ ഒരു സ്ഥലമാണ്, സാഹോദര്യത്തിൻ്റെ ഒരു സ്ഥലമാണ്. എത്രയോ തരത്തിലുള്ള ആൾക്കാർ, ഏതൊക്കെയോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, എവിടെയൊക്കെയോ പോകുന്ന ആൾക്കാർ. പക്ഷെ അവർ ഇവിടെ ഒത്തുകൂടുമ്പോൾ അവരുടെ ഇടയിലുള്ള ആ ഒരു സാഹോദര്യവും ആ സഹവർത്തിത്വം ഒരുപക്ഷെ നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നത് ഈ ഒരു സൗഹാർദ്ദത്തിന്റെ സൂചകം വച്ചിട്ടാണ്. മറ്റ് നാടുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ നെഞ്ചിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം എന്ന് പറയുന്നത്, നമ്മുടെ നാട് പോലെ എന്തുകൊണ്ട് ഈ നാട്ടുകാർക്ക് ആയിക്കൂടാ? എന്തുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൂടാ? എന്തുകൊണ്ട് പരസ്പരം തോളോട് തോൾ ചേർന്ന് നല്ലൊരു കാര്യം ചെയ്തുകൂടാ? എന്തിനാണ് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ആൾക്കാർ സംഘർഷത്തിന്റെ പാതയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം പലപ്പോഴും ഹിംസാത്മകമായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ വരും തലമുറയെ കൈപിടിച്ച് നല്ല പാതയിലൂടെ നയിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ശാസ്ത്രബോധത്തിൽ ഒരു തലമുറയെ വളർത്താൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പേരക്കിടാങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ആരോഗ്യം വേണം എന്നവർ ചിന്തിക്കാതിരിക്കുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ തലമുറ ഈ കേരളത്തിൽ നൽകിയ സംഭാവനയാണ് ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടച്ചട്ട എന്ന് പറയുന്നത്. ഒരുപാട് ഭീഷണികളെ, ഒരുപാട് പ്രലോഭനങ്ങളെ, ഒരുപാട് ഭയപ്പെടുത്തലുകളെ നമ്മൾ നേരിടുന്നത്, അതിജീവിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിന് പകർന്നു നൽകിയ മൂല്യബോധമാണെന്നുള്ള കാര്യം ഞാൻ ഈ വേളയിൽ നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് പറയട്ടെ. നിങ്ങളുടെ സംഭാവനയെ ഞാൻ അടിവരിക്കും. 70 വയസ്സായി, 80 വയസ്സായി. ഇവിടെ ഏറ്റവും പ്രായമുള്ള ആളാരാണ്? ഈ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമുള്ള സുമേഷും ഞാനും കഴിഞ്ഞാ പിന്നെ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? 76. 76 ഒരു വയസ്സാ? ഞാൻ വിചാരിച്ചു 50 55 വയസ്സുള്ളെന്ന് വിചാരിച്ചിരിക്കുന്നു. 80 വയസ്സായ നുണയാ പറയുന്നത്? നുണയല്ലേ പറയണത്? കണ്ട ഒരിക്കലും തോന്നില്ല കേട്ടോ. ഇനി ആരോടും പറയാൻ നിൽക്കണ്ട 80. ഒരു 5 വയസ്സ് കുറച്ചേക്ക്. 80-ന് മുകളിൽ വയസ്സുള്ളവരുണ്ട് ഇവിടെ ആരെങ്കിലും? എത്ര? 83. പക്ഷെ മൂപ്പരുണ്ട് ജില്ല് പോലെ നിക്കണ പുള്ളി, കസേര പോലും വേണ്ട. ഇത്ര ആൾക്കാർ കസേര ഇരുന്നിട്ട് പോലും മൂപ്പര് 80. ഇനി ആരാ ഉള്ളത്? എത്ര? 90. കൈയടിക്ക്. 93 അതിന്റെ ഒരു അഹങ്കാരം മൂപ്പർക്കില്ല കേട്ടാ. പക്ഷെ ആ ഒരു കണ്ട കൃത്യസമയത്ത് വന്ന് രാവിലെ എത്തി. അപ്പോ ഈ 4:30 എഴുന്നേൽക്കുന്ന 2 പേർക്കുള്ള സമ്മാനത്തിന്റെ കൂടെ 93കാരനായ ഈ യുവാവിന് ഒരു സമ്മാനം ചിറക്കൽ പഞ്ചായത്തിന്റെ പേരിൽ, ചിറക്കൽ പഞ്ചായത്തിന്റെ പേരിൽ കേട്ടാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എപ്പോ കൊടുക്കുന്നത് ശ്രുതി? ഉറപ്പാണോ? വാക്ക് ചാക്കൊന്നും ആക്കിക്കരുത്. ഇന്ന് ഈ 3 പേർക്ക് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എന്നോടുള്ള
എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്നിട്ടില്ല കേട്ടോ. അത് തട്ടിക്കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടില്ല. അത് ഒഴിവാക്കി കൊടുക്കുകയാണ് ഞാൻ. ഒഴിവാക്കി കൊടുത്തില്ലെങ്കിലും തരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ കണക്കിൽ പെടുത്തിയിട്ട് ഈ 3 പേർക്ക് സമ്മാനം കൊടുക്കും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ വെട്ടിത്തിളങ്ങുന്ന ആത്മവിശ്വാസവും ആ പ്രസരിപ്പും 10 മടങ്ങായി വർദ്ധിക്കട്ടെ എന്നും 4:30 മണിക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ അമ്മമാർ നാളെ മുതൽ 4:15 എഴുന്നേക്കട്ടെ എന്നും കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വയോജന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ അവർക്ക് പുരസ്കാരം കൊടുക്കണം. വിശിഷ്ട അതിഥികളെ സംസാരിക്കുകയാണ്. അതിനാദ്യമായി